ഇന്ന് മാർച്ച് 26 വ്യാഴാഴ്ച. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് ചൂട് കൂടുന്ന സാഹചര്യത്തിൽ അൾട്രാവയലറ്റ് രശ്മികളെയും സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പുമായി ദുരന്ത നിവാരണ അതോറിറ്റി. തുടർച്ചയായി കൂടുതൽ സമയം അൾട്രാവയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതപത്തിനും ത്വക്ക് രോഗങ്ങൾക്കും നേത്രരോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം. പൊതുജനങ്ങൾ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. പകൽ 10 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നത്. ആയതിനാൽ ആ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുക. അടുത്തത്, വോട്ട് ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും കൈവശം വയ്ക്കുന്നതിനും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള കർശനമായ നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. പോളിംഗ് സ്റ്റേഷന്റെ 100 മീറ്റർ ചുറ്റളവിനുള്ളിൽ ഫോൺ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഈ പരിധിയിൽ എത്തുമ്പോൾ തന്നെ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യേണ്ടതാണ്. ഫോൺ സൂക്ഷിക്കാൻ വോട്ടർമാർക്കായി ബൂത്തിന് പുറത്ത് പ്രത്യേക മൊബൈൽ ഡെപ്പോസിറ്റ് കൗണ്ടറുകൾ ഇത്തവണ സജ്ജമാക്കിയിട്ടുണ്ട്. ബൂത്തിൽ കയറുന്നതിന് മുമ്പ് ഫോൺ ഈ കൗണ്ടറിൽ ഏൽപ്പിക്കുക. പകരം ലഭിക്കുന്ന ടോക്കൺ വോട്ട് കഴിഞ്ഞു വരുമ്പോൾ തിരികെ നൽകി ഫോൺ കൈപ്പറ്റാം. മറ്റൊരറിയിപ്പുള്ളത്, പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക കണക്ഷൻ ഒഴിവാക്കുന്നവർക്ക് ഇനി LPG ലഭിക്കില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് പാചകവാതക സിലിണ്ടറിലുണ്ടായ ക്ഷാമം കണക്കിലെടുത്താണ് പ്രകൃതിവാതക കണക്ഷൻ ലഭ്യമായ ഇടങ്ങളിൽ അതിലേക്ക് മാറാത്തവർക്കുള്ള LPG വിതരണം 3 മാസത്തിനുള്ളിൽ നിർത്തലാക്കാനാണ് പെട്രോളിയം മന്ത്രാലയത്തിന്റെ തീരുമാനം. മാർച്ച് 25 മുതൽ സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിലും പുതുക്കിയ അറിയിപ്പ് പ്രകാരം മാർച്ചിലെയും ഏപ്രിലെയും പെൻഷനുകൾ മാർച്ച് 31 മുതൽ വിതരണം ചെയ്യാനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. മാർച്ച് മാസത്തെയും ഏപ്രിൽ മാസത്തെയും പെൻഷൻ മാർച്ച് 31 മുതൽ വിതരണം ചെയ്യുമെന്നാണ് DBT സെൽ അധികൃതരിൽ നിന്നും അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ 5 മാസത്തെ കുടിശ്ശിക വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. മറ്റൊരറിയിപ്പുള്ളത്, കനത്ത ചൂട് കാരണം കേരളത്തിൽ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡിലേക്ക് കുതിക്കുന്നു എന്നതാണ്. പ്രതിദിന ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റും കടന്ന് വൈകുന്നേരങ്ങളിലെ പീക്ക് ടൈം ആവശ്യം 5000 മെഗാവാട്ടിന് മുകളിലാണ്. AC, ഫാൻ എന്നിവയുടെ അമിത ഉപയോഗമാണ് ഉപഭോഗം വർദ്ധിക്കുന്നത്. നിലവിൽ വൈദ്യുതി നിയന്ത്രണമില്ലെങ്കിലും ഉപഭോക്താക്കൾ സ്വയം ഉപഭോഗം നിയന്ത്രിക്കണമെന്ന് KICB നിർദ്ദേശിക്കുന്നു. ഇതുപോലെയുള്ള പുതിയ വാർത്തകൾക്ക് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിൽ കാണുന്നവർ ഫോളോ ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും.